നമസ്കാരം. കൊല്ലവർഷം 1202 ആണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരുകയാണ്. 1202 ആണ്ട് അവിട്ടം നാളിന് ഗുണദോഷ സമ്മിശ്രമാണ്. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകും. സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് ലഭിച്ചെന്ന് വരില്ല. തൊഴിൽപരമായ ഒരു അസ്ഥിരത ഉണ്ടാകാം. ജോലി ലഭിക്കുന്ന സാഹചര്യം നീണ്ടു പോകാം. അത് അക്ഷമയും പ്രയാസങ്ങളും സൃഷ്ടിക്കുന്നതിന് ഇടയാകാം. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്കും ഈ അനിശ്ചിതത്വം വന്നു ചേരാം. അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം കരുതൽ എടുക്കേണ്ടതാണ്. നിങ്ങളുടെ കർമ്മരംഗത്തും ഒട്ടേറെ മാറ്റങ്ങൾ അനുഭവപ്പെടാം. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം. അതൊന്നും അത്ര നല്ലതായിരിക്കണമെന്നില്ല. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർ കരുതലോടെയും ശ്രദ്ധയോടെയും മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ തൊഴിൽ മേഖലയെ നല്ല രീതിയിൽ നിലനിർത്തുവാൻ തന്നെ തീവ്ര പരിശ്രമം വേണ്ടതായ കാലഘട്ടമാണ്. സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തണം. ഏത് മേഖലയിൽ പണം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ബിസിനസ്സായാലും വസ്തു വാങ്ങലായാലും വീട് നിർമ്മാണമായാലുമെല്ലാം സൂക്ഷ്മതയോടെ നടത്തുക. പാഴ്ചെലവുകൾ ഒഴിവാക്കുക. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ചില വിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. നാഡീമർമ്മ സംബന്ധമായ വേദനകളോ ഉദരവൈഷമ്യങ്ങളോ മറ്റ് അസ്വസ്ഥതകളോ അനുഭവപ്പെട്ടേക്കാം. കുടുംബത്തിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. സംഭാഷണങ്ങളിൽ വളരെ മിതത്വവും കരുതലും ആത്മനിയന്ത്രണവും ശീലിക്കേണ്ടതാണ്. മനസ്സിൻ്റെ ടെൻഷനും പിരിമുറുക്കവും ഒഴിവാക്കാൻ പ്രത്യേകം പരിശ്രമിക്കുക. കുടുംബപരമായ ആരാധനാ സ്ഥാനങ്ങളുണ്ടെങ്കിൽ അവിടെ വേണ്ട അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുക. സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ വിധത്തിലുമുള്ള പുരോഗതിയും നേടാൻ കഴിയും.